ഹലോ ഗൈസ്, ഞാനിന്ന് സവാള അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, 2 ചുള വെളുത്തുള്ളി, ഇത്രയും ഇതിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊടികളെടുത്ത് കാണിച്ചു തരാം. പൊടികൾ നമ്മളെടുത്തത് മല്ലിപ്പൊടി 1 സ്പൂണ്, ഗരം മസാലപ്പൊടി ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരുപാട് കുത്ത് വേണ്ടാന്ന് എഴുതിയിട്ട് കേട്ടോ. പെരുംജീരകപ്പൊടി ഉണ്ട്, പിന്നെ കുരുമുളക് പൊടിയുണ്ട്, എല്ലാ പൊടികളും ഉണ്ട് ഇതിൽ. ഇത്തിരി മല്ലിപ്പൊടി ഇടാറുണ്ട് കേട്ടോ, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ കോളിഫ്ലവർ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ നമ്മളിത്തിരി കോളിഫ്ലവർ ഒരെണ്ണുണ്ട് അതെടുത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടാറി കഴിഞ്ഞതാണ് ഞാനിങ്ങനെ പിടിക്കണം കേട്ടോ. ഇനി ഇത് കഴുകി ഒന്നും കൂടി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ സവാള ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഉണ്ട്, ഒരു ടൊമാറ്റോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിയാലോ. അതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ആർക്കൊക്കെ കോളിഫ്ലവർ ഇഷ്ടമുണ്ട്? കോളിഫ്ലവറിൻ്റെ ഫ്രൈ നല്ല രസമാണ് കഴിക്കാൻ. അല്ലേ, നമ്മൾ പിന്നെ ഞങ്ങളുടെ ശിവരാത്രി മണപ്പുറത്ത് പോകുമ്പോൾ കഴിക്കാറുണ്ട്. അടിപൊളി ടേസ്റ്റാണ് അത്. പിന്നെ ഉള്ളിവട, പിന്നെ മുളക് ബജി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇത് ടൊമാറ്റോയുടെ അവർ കോളിഫ്ലവറിൽ കടലമാവിലും ഇതിൽ അവരെന്തൊക്കെയാണ് ചേർക്കണേ നമുക്ക് അറിയില്ല. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് അത് നമ്മൾ അതിൽ മുക്കി ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം ഉണ്ടാക്കാൻ പോണേ, ഞാൻ കറിയാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. ചപ്പാത്തിക്കോ അപ്പത്തിന് എല്ലാത്തിനും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ചെയ്തിട്ട് ഞാൻ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി കൂടിയിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ഇത്രയും മൂത്താൽ മതി. ഇപ്പം ഇനി നമുക്കിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ എടുത്ത് വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, അത് ഇടണം. അപ്പോൾ ഞാൻ എല്ലാ പൊടികളും ഇട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ ഞാൻ ഇട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഒരു 4-5 പ്രാവശ്യം കഴുകണം കേട്ടോ. കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.